നമസ്കാരം. നമ്മൾ ഒരുപാട് മെത്തേഡുകളൊക്കെ പല രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇനി ഫ്ലുവൻ്റ് ആയിട്ടല്ലെങ്കിൽ പോലും നമുക്ക് കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് ഒരാളെടുത്ത് ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന രണ്ട് മെത്തേഡുകളുണ്ട്. ഒന്ന് ലിമിറ്റഡ് മെത്തേഡും ഒന്ന് ഇൻഫിനിറ്റ് മെത്തേഡും. ഈ രണ്ട് മെത്തേഡുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ പഠിക്കുന്ന രീതി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് മാറാൻ കഴിയും. എൻ്റെ പേര് ഷിജു തോമസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള കുഞ്ഞു വീഡിയോകളൊക്കെയാണ് കേട്ടോ ഈ യൂട്യൂബ് ചാനൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മറ്റുള്ള വീഡിയോകളൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കാനും. പണ്ട് അമേരിക്കയും വിയറ്റ്നാമും തമ്മിൽ ഒരു യുദ്ധം നടന്നു. പോലറായിട്ട് ഒരു യുദ്ധമാണ് കേട്ടോ. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും അതിൻ്റെ ഒരു റിസൾട്ട് ചിലപ്പോൾ അറിയാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വിയറ്റ്നാം ജയിച്ചു, അമേരിക്ക തോറ്റു. അപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ്, അമേരിക്കയെ പോലെ ഇത്രയും ശക്തമായ ഒരു രാജ്യം അല്ലെങ്കിൽ ഇത്രയും കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യം വിയറ്റ്നാം പോലുള്ള ഒരു കുഞ്ഞു രാജ്യത്തിൻ്റെ അടുത്ത് എങ്ങനെ തോറ്റു, അല്ലെങ്കിൽ എന്തുകൊണ്ട് തോറ്റു? മനസ്സിലായില്ലേ? എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് ഈ രണ്ട് മെത്തേഡുകൾ പറയുന്നത് പോലെയാണ് ആ സംഭവം വരുന്നത്. പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പൊ നമുക്ക് ഖത്തറിൽ വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്, ഫുട്ബോളിന്റെ അല്ലേ. ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ T20 വേൾഡ് കപ്പ് ക്രിക്കറ്റിന്റെ കഴിഞ്ഞു. ഈ മത്സരങ്ങളെല്ലാം ലിമിറ്റഡ് മത്സരങ്ങളാണ്. മനസ്സിലായോ? ലിമിറ്റഡ് മത്സരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയപരിധി അതിന് ഉണ്ടാവും, അതിന് കുറെ നിയമങ്ങൾ ഉണ്ടാവും, അതിന് കുറെ കണ്ടീഷനുകൾ ഉണ്ടാവും. അപ്പോൾ രണ്ട് ടീമുകളും ആ ഒരു കണ്ടീഷനുകളും നിയമങ്ങളൊക്കെ അനുസരിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ കളിച്ച് ആ നിയമങ്ങളൊക്കെ പാലിച്ച് അതിനുള്ളിൽ ആരാണോ ജയിക്കുന്നത് ആ ഒരു വ്യക്തി ജയിക്കും. ജോലി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ പാസ്സാവാൻ വേണ്ടിയിട്ട്, വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കോളേജിൽ അഡ്മിഷന് പോകുമ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ GD ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനുകൾ വെച്ചിട്ട് നമ്മൾ ഒരു കാര്യം പഠിച്ചെടുക്കുമ്പോൾ നമുക്ക് മാച്ചാവാത്ത അല്ലെങ്കിൽ നമ്മൾ പഠിച്ചെടുത്തതുമായിട്ട് ബന്ധമില്ലാത്ത കുറെ കണ്ടീഷനുകൾ ആ മത്സരത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിജയിച്ചു എന്ന് വരില്ല, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുത്താലും നമുക്ക് ഈ മത്സരങ്ങളിൽ ജയിക്കാൻ പറ്റിയെന്ന് വരില്ല. ക്ലിയർ ആയോ? ക്ലിയർ ആയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അമേരിക്കയുടെയും വിയറ്റ്നാമിന്റെയും കാര്യം നമ്മൾ പറഞ്ഞു. അമേരിക്ക പോലുള്ളൊരു ശക്തമായ രാജ്യം ഈ ഒരു യുദ്ധം ജയിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് അവർ വന്നത്. അതായത് അവരൊരു ലിമിറ്റഡ് ഗെയിം കളിക്കാനുള്ള ഒരു പ്ലാനോട് കൂടിയാണ് വന്നത്. അതായത് ഇത്ര സമയത്തിനുള്ളിൽ ഞങ്ങൾ ഇവരെ തോൽപ്പിച്ച് ഞങ്ങൾ ആ രാജ്യം കീഴടക്കിയിരിക്കും. മനസ്സിലായില്ലേ? ഒരു ലിമിറ്റഡ് ടൈം. അപ്പോൾ ലിമിറ്റഡ് ടൈമിൽ വരുമ്പോൾ ഒരു ലിമിറ്റഡ് റിസോഴ്സുകൾ, ലിമിറ്റഡ് സാധനങ്ങളൊക്കെ ഒരു പ്ലാൻ ചെയ്തിട്ടാണ് അവർ വരുന്നത്. എന്നാലും അപ്പുറത്തുള്ള ഒരു ടീം ഇൻഫിനിറ്റ് ഗെയിമാണ് കളിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വിയറ്റ്നാമിനെ സംബന്ധിച്ച് ഇൻഫിനിറ്റ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടീഷനുകളൊന്നുമില്ല. അവരെ സംബന്ധിച്ച് അത് കളിച്ചോണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് സംഭവം. അതായത് ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ശീതയുദ്ധം നടക്കുകയാണ്, കോൾഡ് വാർ നടക്കുകയാണ്. ഈ കോൾഡ് വാർ നടക്കുകയാണെങ്കിൽ അതൊരു 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ തമ്മിലൊന്നും തീരൂല. അത് വർഷങ്ങളോളം ഇങ്ങനെ പല ആ ഉപരോധം ഈ ഉപരോധം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നീണ്ടു പോകും. മനസ്സിലായില്ലേ? അതിങ്ങനെ നീണ്ടു പോകുന്നൊരു പ്രോസസ്സാണ്. മനസ്സിലായില്ലേ? പൊളിറ്റിക്കൽ ഗെയിമുകളൊക്കെ പോലെ അതിങ്ങനെ നീണ്ടു പോകും. അതാണ് ഇൻഫിനിറ്റ് ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ വിയറ്റ്നാമുകാരെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമായതുകൊണ്ടും അവർക്ക് അവിടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടും അവരുടെ ജീവൻ നിലനിർത്തേണ്ടതായതുകൊണ്ടും അവർ എത്ര കാലം നിങ്ങൾ യുദ്ധം ചെയ്താലും അത്ര കാലം നമ്മൾ തിരിച്ച് യുദ്ധം ചെയ്യും എന്നുള്ളൊരു കണ്ടീഷനിൽ അല്ലെങ്കിൽ ആ ഒരു മെന്റാലിറ്റിയിലാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അപ്പൊ അമേരിക്കയുടെ ഭാഗത്ത് ആകെ 50,000 പേരെ മരിച്ചുള്ളൂ. മറ്റൊരു ഭാഗത്ത് 10-30 ലക്ഷം പേര് മരിച്ചെങ്കിൽ പോലും അവസാനം വിയറ്റ്നാമാണ് ജയിച്ചത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ലിമിറ്റഡ് ഗെയിം കളിക്കാൻ വന്ന ആളുകൾ ആ ഒരു ടൈം പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അത് നീട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മനസ്സിലായോ? നമ്മളൊരു 90 മിനിറ്റിന്റെ ഫുട്ബോൾ ഗെയിം 90 മിനിറ്റ് കഴിഞ്ഞിട്ട് രണ്ട് ടീമും ഗോളൊന്നും അടിച്ചിട്ടില്ല എന്ന് അവർ പറയാണ് 90 മിനിറ്റിന് പകരം നിങ്ങളൊരു 5 മണിക്കൂർ കളിക്കുക പറഞ്ഞാൽ 5 മണിക്കൂർ കളിക്കാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ 5 മണിക്കൂർ കളിക്കാനുള്ള ഒരു പ്ലാന് എത്ര വലിയ ടീമിന്റെ കയ്യിലും ഉണ്ടാവില്ല. കാരണം അവർ 1.5 മണിക്കൂർ കളിക്കാനാണ് വന്നത്. മനസ്സിലായ? എന്നാലും നേരെ മറിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂറല്ല, 5 മണിക്കൂറല്ല, 5 ദിവസം വേണേൽ നിന്ന് കളിക്കും. വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് നിങ്ങളൊരു 3 മാസത്തെ പെട്ടെന്നൊരു കോഴ്സിൽ പോയിട്ട് നിങ്ങൾ 3 മാസം കൊണ്ട് പെട്ടെന്നൊരു ഇന്റർവ്യൂവിന് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചെടുക്കുകയാണ്. നിങ്ങളപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് നിങ്ങൾ ഒരു സംഭവത്തെ പറ്റി പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ പഠിച്ചെടുക്കാത്തൊരു മേഖലയിൽ നിന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റക്കായി പോവാണ്. ക്ലിയർ ആയോ? അപ്പം നമ്മൾ ജീവിക്കാൻ വേണ്ടി പഠിക്കുന്നതും ടെമ്പററി പെർഫോം ചെയ്യാൻ വേണ്ടി പഠിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതായത് നമ്മൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ
എൻ്റെ മകനിപ്പോൾ 5 വയസ്സാണ് പ്രായമുള്ളത്. അവൻ 5 വയസ്സ് പ്രായമുള്ള അവൻ ഒരു 6-7 മാസം മുന്നേ നഴ്സറിയിൽ KG1 സ്കൂളിൽ ചേരുമ്പോൾ അവന് എന്താണ് വാട്ട് ഈസ് യുവർ നെയിം ചോദിച്ചു കഴിഞ്ഞാൽ മൈ നെയിം ഈസ് സാവിയോ എന്ന് പോലും അവൻ തികച്ചു പറയൂല. അവൻ സാവിയോ എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഒരു 7 മാസം കൊണ്ട് ഇപ്പോൾ അത്യാവശ്യം അവന് വേണ്ട കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ അവൻ കൂട്ടിപ്പിടിച്ചൊക്കെ പറയും. എന്നാൽ നമുക്ക് ശ്രദ്ധിച്ച് കേട്ടാലും നമുക്ക് ആ ഉദ്ദേശം എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ അവന് ഇംഗ്ലീഷിൽ സെന്റൻസ് എഴുതാൻ അറിയില്ല, സെന്റൻസ് വായിക്കാൻ അറിയില്ല, അവൻ ഗ്രാമർ പഠിച്ചിട്ടില്ല, അവന് ഗ്രാമറിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയില്ല. പക്ഷെ ഇംഗ്ലീഷിൽ ഒരാളുടെ അടുത്ത് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന് ക്ലാസ്സിൽ എന്ത് സംഭവിച്ചു, സ്കൂളിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവന്റെ നിലനിൽപ്പാണത്. അവൻ ആ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, അവിടെ മറ്റുള്ള കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ടീച്ചറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ടീച്ചർ മലയാളിയല്ല, ടീച്ചറോട് കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അവൻ ഇംഗ്ലീഷ് പറഞ്ഞേ പറ്റൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം പഠിക്കുന്നത് പോലെ അത് മാത്രം പഠിച്ചെടുത്തത് കൊണ്ട് അവന് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അപ്പൊ അവന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ സംസാരിച്ചേ പറ്റൂ എന്ന് പറയില്ലേ. അപ്പൊ അത് നിലനിൽപ്പിന്റെ ഭാഗമായി ഇൻഫിനിറ്റ് ഗെയിമായി മാറി എന്ന് പറയില്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് കുട്ടികൾ ഇപ്പോൾ എന്താ പറയുക കാര്യങ്ങളൊക്കെ സുഖമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇത്രയും കേട്ടിട്ടൊന്നും ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, ചേട്ടാ നിങ്ങൾ കുറെ നേരം ഈ ലിമിറ്റഡ് ഗെയിം, ഇൻഫിനിറ്റ് ഗെയിം എന്നൊക്കെ പറയുന്നു, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഒരുമിച്ച് ഗ്രോ ചെയ്യാന്നുള്ളതിന്റെ കോൺസെപ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയൊരു സീരീസ് ജനുവരി മുതൽ തുടങ്ങാൻ പ്ലാൻ ചെയ്യാൻ കേട്ടോ. അതായത് ഇപ്പോൾ 7 മാസം കൊണ്ടൊക്കെ ഒരു 5 വയസ്സുള്ള കുട്ടി അത്യാവശ്യം പറയാൻ പഠിച്ചു എന്നുണ്ടെങ്കിൽ 1 വർഷം കൊണ്ടൊക്കെ നമുക്ക് 15 മിനിറ്റ് മുതൽ ഒരു 20 മിനിറ്റ് വരെ മറ്റൊരാളോട് ഇംഗ്ലീഷിൽ അത്യാവശ്യം പിടിച്ചു നിൽക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ ബേസിക്കലി ഓക്കെയാണ് അല്ലേ. നമ്മളൊരു 20 മിനിറ്റ് സംസാരിക്കുന്നു, അയാൾ ഒരു 20 മിനിറ്റ് സംസാരിക്കുന്നു. അപ്പോൾ ഏകദേശം ഒരു 45-50 മിനിറ്റ് നമുക്ക് ഒരു പരിപാടിയിൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 1/4 മണിക്കൂർ നമുക്ക് ഇംഗ്ലീഷിൽ പിടിച്ചു നിൽക്കാനുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്ലാൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം. നമ്മൾ ജനുവരി മുതൽ അതിൻ്റെ ഒരു സീരീസും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതായിരിക്കും. നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കാൻ പഠിക്കുക. ഇതിൽ ഗ്രാമറിന്റെ റൂൾസ്, റെഗുലേഷൻസ്, സംഭവങ്ങളൊന്നും നമ്മൾ അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല കേട്ടോ. കാരണം ഗ്രാമറും കാര്യങ്ങളൊക്കെ വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷ നമ്മൾ എങ്ങനെയാണോ സംസാരിക്കാൻ പഠിച്ചത്, നമ്മൾ ഗ്രാമറും അതിന്റെ റൂൾസും കാര്യങ്ങളൊന്നും പഠിച്ചിട്ടല്ല നമ്മൾ മലയാളം എന്ന് പറഞ്ഞൊരു ഭാഷ സംസാരിക്കാൻ പഠിച്ചു. നമ്മുടെ നാട്ടിൽ ഇന്നും എഴുത്തും വായനയും അറിയാത്ത ഒരുപാട് ആളുകൾ 1-2 മണിക്കൂറും നേരമൊക്കെ മലയാളത്തിൽ നിന്ന് സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഒരു ഭാഷ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഷയുടെ കൾച്ചർ മനസ്സിലാക്കുകയും അത് സംസാരിക്കുകയും ചെയ്താൽ തന്നെ പഠിക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ തുടങ്ങുന്ന ഒരു സീരീസിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1 വർഷം കൊണ്ട് നമ്മുടെ ഈ സീരീസ് ഫോളോ ചെയ്യുന്ന ആളുകൾ ഒരു 15 മിനിറ്റ് മുതൽ അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ വരെ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് അവരെ പ്രാക്ടീസ് ചെയ്യിക്കുക. നമ്മുടെ വീഡിയോ അനുസരിച്ച് പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ആളുകൾ കിടലനായിട്ട് സംസാരിച്ച് വരും ചെയ്യും. ഇതിനകത്ത് ആക്സെന്റ് അല്ലെങ്കിൽ ഫ്ലുവൻസി കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. നമ്മൾക്ക് ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റിന്റെ മുമ്പിൽ പോയി നിന്നാലും നമ്മളൊരു 15 മിനിറ്റ് ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞാൽ നമ്മൾ നിന്ന് പറയണം. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. നമ്മൾ എങ്ങനെ പറയുന്നൊന്നുമില്ല. പലരും ചിന്തിക്കും നമ്മൾക്ക് എന്തുകൊണ്ട് ഒരു ആക്സെന്റ്, അപ്പം നമ്മൾ നല്ലൊരു ആക്സെന്റിൽ സംസാരിച്ചില്ലെങ്കിൽ എന്താണെന്നുള്ളത്. ഇന്നാള് ഞാൻ ട്രാവർ എന്നാണ് പയ്യന്റെ പേര്, അവന്റെ ഒരു വീഡിയോ കണ്ടപ്പോഴും അതിനകത്ത് അവൻ സൗത്ത് ആഫ്രിക്കക്കാരനാണ് കേട്ടോ. അതിനകത്ത് അവന്റെ നാട്ടുകാര് അവൻ അമേരിക്കയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവനോട് പറയുന്നൊരു സംഭവമുണ്ട്, നീ ഏത് രാജ്യത്ത് പോയാലും നിന്റെ സൗത്ത് ആഫ്രിക്കൻ ആക്സെന്റ് കളഞ്ഞിട്ട് നീ തിരിച്ചിങ്ങ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിന്നെ അക്സെപ്റ്റ് ചെയ്യില്ല കേട്ടാ. അതായത് ഒരു ഭീഷണിയുടെ സ്വരം പോലെ പറയാണ്. അതായത് സ്വന്തം രാജ്യത്തിന്റെ ആക്സെന്റ് എന്ന് പറയുന്നത് അത് മറ്റെല്ലാ രാജ്യക്കാരും ഒരു പ്രൗഢിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ അഭിമാനത്തോട് കൂടി കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ഇപ്പം ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാരുടെ ആക്സെന്റ് ഉണ്ട്, ചൈനക്കാർക്ക് ചൈനീസുകാരുണ്ട്, പാകിസ്ഥാനികൾക്ക് പാകിസ്ഥാനികളുണ്ട്, ആഫ്രിക്കക്കാർക്ക് ആഫ്രിക്കക്കാരുണ്ട്, റഷ്യക്കാർക്ക് അവരുടെ ഉണ്ട്. എല്ലാ രാജ്യക്കാർക്കും അവരുടേതായ ഒരു ആക്സെന്റ് വേറെ ഭാഷ സംസാരിക്കുന്ന സമയത്തായാലും സ്വന്തം ഭാഷ സംസാരിക്കുന്ന സമയത്തായാലും കയറി വരും. നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ തൃശ്ശൂർ ആക്സെന്റ്, ട്രിവാൻഡ്രം ആക്സെന്റ്, കാസർഗോഡ് ആക്സെന്റ് ഒക്കെ കയറി വരുന്നുണ്ടല്ലോ. അതൊന്നും നമ്മൾ കുറച്ചിലായിട്ട് കാണാത്ത നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മാത്രം നമ്മുടെ ആക്സെന്റ് മോശമാണ് എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആക്സെന്റിനെ പറ്റി ഒന്നും ചിന്തിക്കാതെ, അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്കിന് കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ, അല്ലെങ്കിൽ ഫ്ലുവന്റ് ആയിട്ട് എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നൊന്നും ചിന്തിക്കാതെ കോൺഫിഡൻസോട് കൂടിയിട്ട് ഒരു 15 മിനിറ്റ് മുതൽ ഒരു 30 മിനിറ്റ് വരെയൊക്കെ നമുക്ക് എങ്ങനെ സംസാരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു സീരീസിൽ നോക്കുന്നുണ്ടാവാം കേട്ടോ. അപ്പോൾ
നിങ്ങൾ അതൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം. പിന്നെ കുറേ പേര് വായിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ബേസിക്കലി അങ്ങനെ വായിച്ച് തുടങ്ങുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ ആ വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം ഇത്രയൊക്കെയാണ് ബേസിക്കലി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉപകാരപ്രദമായിട്ട് കിട്ടിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ കമന്റിൽ അറിയിക്കുക കേട്ടോ. ചില ആളുകൾ പറയും ഇത്രയും വലിച്ചു നീട്ടി പറയേണ്ട ആവശ്യമുണ്ടോ, ഇതൊക്കെ വളരെ ഷോർട്ടാക്കി പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി നമ്മുടെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്കാണ്. തുടക്കക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ ഷോർട്ടായിട്ട് കട്ട് ഷോർട്ടായിട്ട് ഇതിങ്ങനെയാട്ടാന്ന് പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് കയറുന്ന ആൾക്കാരാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ കയറുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1-2 പ്രാവശ്യം ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആവും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ചില സംഭവങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്തൊക്കെ പറയുന്നത്. ക്ലിയർ ആയില്ലേ? പിന്നെ 1-2 പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ ഇംഗ്ലീഷ് പറയാന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ വീഡിയോ പറയുന്നതിനും ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് ആരുടെ മുമ്പിലായാലും അതേപോലെ പറയുന്നതിന് എനിക്ക് യാതൊരു ചമ്മലുമില്ല. അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടാവും, ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമായിട്ട് കാണുന്ന ആളല്ല ഞാൻ. എനിക്കെന്ത് കൺവേ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചു ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ ഒരു കാര്യത്തിൽ മാത്രം ഹാപ്പിയാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ചെയ്യണം എന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും രണ്ടിലും മിക്സ് ആക്കിയിട്ടും ചെയ്യാം കേട്ടോ, പ്രശ്നമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.